السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب يسر ولا تعسر وتمم بالخير. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. الحمد لله رب العالمين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ, നമ്മളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുർആനിന്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ബിഇദ്നില്ലാഹി തആല. ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ പിതാവ് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നിവേദനം ചെയ്യുകയുണ്ടായി, ഹഫ്സ റളിയല്ലാഹു അൻഹ പിതാവിൻ്റെ പുത്രിയാണ് എന്നുള്ളത്. അതായത് ആ പിതാവിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ എടുത്തു കാണിക്കുന്ന പുത്രിയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ പുത്രിയാണ് ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇവരുടെ മാതാവ് സൈനബ് ബിൻത് മദ്ഊൻ റളിയല്ലാഹു അൻഹയാണ്. അതായത് നമ്മൾ കുറച്ച് മുമ്പ് ഖൗല ബിൻത് അൽ ഹക്കീം എന്ന് പറഞ്ഞിട്ടുള്ള റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് മാച്ച് മേക്കർ എന്നൊക്കെ പറയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയും ഒക്കെ കല്യാണം കഴിക്കാൻ ഉണ്ടായ കാരണം ഇവരായിരുന്നു. അപ്പോൾ അവരുടെ ഭർത്താവാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്നത്. അവരുടെ സിസ്റ്ററാണ് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സൈനബ് ബിൻത് മദ്ഊൻ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 5 വർഷം മുമ്പാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ ജനിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹയ്ക്ക് മുമ്പ് തന്നെ ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആദ്യ 20 ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഖുനൈസ് ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവാണ് ഖുനൈസ് ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം ഏറ്റവും ആദ്യ ഏർലി മുസ്ലിംസ് കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഹഫ്സ റളിയല്ലാഹു അൻഹയും കൂട്ടിയിട്ട് അവിടെ മക്കയിൽ നിന്നും ഏറ്റവും ആദ്യം പലായനം ചെയ്തിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അബിസിനിയയിലേക്ക് പലായനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടെയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഖുനൈസ് ഇബ്നു ഹുദൈഫ. കൂടെ ഹഫ്സ റളിയല്ലാഹു അൻഹ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് തിരിച്ച് അവിടുന്ന് മക്കയിലേക്ക് തിരിച്ചു വരികയും അങ്ങനെ പിന്നീട് മദീനയിലേക്ക് പലായനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ബാറ്റിൽ ഓഫ് ബദർ യുദ്ധത്തിലാണ് എന്നും ഉഹദ് യുദ്ധത്തിലാണ് എന്നും പറയുന്നുണ്ട്. എന്നാൽ ബദർ യുദ്ധം എന്നാണ് കൂടുതൽ പറയുന്നത്. ആ ഒരു യുദ്ധത്തിൽ ഇദ്ദേഹം ഷഹീദാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഏറ്റവും ഫസ്റ്റ് ഷഹീദ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് മദീനയിൽ മറമാടിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ട ആളായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അടുത്തായിട്ട് ഇവരുടെ ഭർത്താവ് ഖുനൈസ് ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയിരുന്നു മറമാടിയിട്ടുള്ളത്. അതായത് അത്രയ്ക്കും ഇസ്ലാമിനോട് ഭയങ്കര സ്ട്രോങ് കണക്ഷനുള്ള ആളുകളാണ് ഇവരെല്ലാം. ഏറ്റവും ഫസ്റ്റ് മുസ്ലിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര സ്ട്രോങ്ങസ്റ്റ് ഈമാനായിരിക്കും അവർക്കൊക്കെ ഉള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് വിധവയാകുന്നത്. ഒരു ഇതിൽ പറയുന്നത് 18 വയസ്സ് 21 വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം നമ്മളുടെ നാട്ടിലൊക്കെ കല്യാണ പ്രായം ആയപ്പോഴേക്കും ഇവർ ഹഫ്സ റളിയല്ലാഹു അൻഹ വിധവയായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കരമായിട്ടും
സ്വന്തം മക്കളുടെ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു ഉപ്പയായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചു. എൻ്റെ മകള് വിധവയായിട്ട് നിൽക്കുകയാണല്ലോ എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്ന, അതായത് ഒരാൾ മരിച്ചാൽ പിന്നെ അടുത്ത വേറെ കല്യാണം അങ്ങനെയൊക്കെയുള്ളൊരു സമ്പ്രദായമായിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ പോലെ വിത്ത സിസ്റ്റം ഒന്നും ആ സമയത്ത് എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഗ്രേറ്റ് ഫാദറാണ്, മകൾക്ക് വേണ്ടിയിട്ട് വിവാഹാലോചന നടത്താൻ തുടങ്ങി. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ കുറേ മുമ്പൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് അദ്ദേഹത്തെ ജാഹിലിയ കാലഘട്ടത്ത് എന്താണ് മകളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പെൺമക്കളെ കൊന്നിട്ടുണ്ട് എന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. പക്ഷേ ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവരുടെ ആദ്യ പുത്രിയാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ജനിച്ചിട്ടുള്ള മകളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇവരെയും വധിക്കേണ്ടതാണ്. വിഷയഹലാഖത്തില്ല ആ ഒരു ധാരണ തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ചരിത്രം നമുക്ക് കാണിച്ചിരുന്നത്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യ പുത്രിയാണ്. അതുപോലെ തന്നെ പിന്നീട് വേറൊരു പുത്രിയും കൂടെ ഉണ്ടായിരുന്നു, ആസിയ എന്നായിരുന്നു അവരുടെ പേര്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പേര് മാറ്റി. അതിനർത്ഥം എന്താണ്, അനുസരണക്കേട് എന്നുള്ള അർത്ഥം കൊണ്ട് ആയതുകൊണ്ട് ജമീല ബിൻത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പേര് മാറ്റി. അതുപോലെ തന്നെ അബൂബക്കർ നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞാ നെയിം എന്ന് പറഞ്ഞത് അബു ഹഫ്സ് ആണ്. അബു ഹഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹഫ്സിൻ്റെ പിതാവ് എന്നർത്ഥം. ഈ ഹഫ്സ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഹഫ്സ റളിയല്ലാഹു അൻഹയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറെയും 4 ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ അബ്ദുറഹ്മാൻ അൽ കബീർ, അങ്ങനെ 3 ഉണ്ട്. അപ്പം 3 എന്താണ്, വലുത് ചെറുത് മിഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 മക്കൾ അങ്ങനെ ഉണ്ട്. അതായത് അബ്ദുള്ളയും അബ്ദുറഹ്മാനുമാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം എന്ന് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് 3 മക്കൾക്കും അബ്ദുറഹ്മാൻ എന്ന് പേരിട്ടു. ആദ്യത്തെ അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതൊക്കെയാണ് അവരെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള വിവാഹത്തിലേക്ക് എത്താം. അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ക്വാളിറ്റീസ്, യുണീക്ക്നെസ്, അതായത് പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. അതായത് ഭയങ്കര എന്താണ് ഇബാദത്തിൽ, അതായത് നമസ്കാരം നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏറ്റവും കൂടുതൽ നിസ്കരിക്കുക, ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുക, അങ്ങനത്തെ ഒരാളായിരുന്നു. അതായത് ലെജൻഡറി ആക്ട്സ് ഓഫ് വർഷിപ്പ് ആയിരുന്നു ഇവരുടേത്. കാരണം അത്രയ്ക്കും അപ്രൂവൽ, അതായത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ അപ്രൂവൽ വരെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ നന്നായിട്ട് വായിക്കാനും എഴുതാനും ഒക്കെ അറിയുന്ന ആൾ കൂടെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. പിന്നെ സ്മാർട്ടാണ്, ഷാർപ്പാണ്, സ്ട്രോങ് ആണ്, ഒപ്പാനെ പോലെ തന്നെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഖുർആൻ ഹാഫിളകളിൽ ഒരാൾ കൂടെയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഖുർആൻ്റെ സൂക്ഷിപ്പുകാരിയായിരുന്നു. അത്രയ്ക്കും വിശ്വസ്തത നിറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ മുസ്ഹഫ് ഇവരുടെ കയ്യിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ നൽകിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അത്രയ്ക്കും എന്താണ് ട്രസ്റ്റ് വർത്തിയാണ്. അതുപോലെ ഭയങ്കര എക്സലൻറ്റ് റൈറ്ററാണ്, ലെജൻഡറി ആക്ട്സ് ഓഫ് വർഷിപ്പാണ് അല്ലേ, സ്മാർട്ടാണ്, ഷാർപ്പാണ്, സ്ട്രോങ് ആണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ക്വാളിറ്റീസ് നമ്മളുടെ ലൈഫിൽ നിറയ്ക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മളിനി ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹത്തിലേക്ക് പോകാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മകൾക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് പോയിട്ടുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു ബദർ യുദ്ധം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഭാര്യ റുഖയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹ തീരെ വയ്യാണ്ട് രോഗം ബാധിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ ആ ഒരു ബദർ യുദ്ധത്തിൻ്റെ അതേ ദിവസം ഇവർ അള്ളാഹുലേക്ക് യാത്രയാകുകയാണ് ചെയ്തത്, റുഖയ്യ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് ബാറ്റിൽ ഓഫ് ബദറിലെ ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ. കാരണം ഇസ്ലാമിൻ്റെ ആദ്യ വിജയമാണ് ബാറ്റിൽ ഓഫ് ബദർ. പക്ഷേ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഒരു പ്രിയപ്പെട്ട മകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്, റുഖയ്യ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്തായാലും റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടത് കാരണം അദ്ദേഹത്തിന് ഇനി ഭാര്യയില്ല എന്ന് അറിയാം.
അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്താണ്, നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിക്കാം, ഞാൻ നിങ്ങൾക്ക് എന്താണ് പ്രപ്പോസ് ചെയ്യാണ് എന്ന് പറഞ്ഞു. പക്ഷെ അവരിൽ നിന്നും അവർ പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഡിലേ ആക്കി. പിന്നെ എന്താണ് പറയുക വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചോദിച്ചിട്ട് അവർ എന്താണ് വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഇവർ വേഗം നമസ്കാരത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നീട് ഒക്കെ കഴിഞ്ഞ് ചോദിച്ചു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇപ്പം ഞാൻ അതിനൊരു ഇൻട്രസ്റ്റഡ് അല്ല എന്ന് ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്. സത്യം പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുക്ക് ഭയങ്കര വിഷമമായിപ്പോയി മനസ്സിൽ. എന്തുകൊണ്ടാണ് എൻ്റെ മകളെ റിജക്റ്റ് ചെയ്തത് എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് അടുത്ത അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കായിരുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഇതേ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാണ്ട് അവർ നിന്നു. അതായത് എന്താ പറയുക, ജസ്റ്റ് ഒന്നും പറയാണ്ട് ഭയങ്കര എന്തോ ഒരു ഇതിൽ ഒന്നും മിണ്ടാണ്ട് നിന്നു. സത്യം പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന് രണ്ട് സംഭവം അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. രണ്ടും, അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിയാണ്, അല്ലെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉണ്ടായിട്ടുള്ള ഭരണാധികാരിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസ്റ്റത്തെ ഖലീഫയാണ്. അതായത് എന്താണ് ഇവരൊക്കെ അത്രയും സ്ഥാനമുള്ള ഈ ആളുകൾ എന്തുകൊണ്ടാണ് എൻ്റെ മകളെ റിജക്റ്റ് ചെയ്തതെന്ന് അറിയാണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു, ഭയങ്കര അസ്വസ്ഥനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രയാസമുണ്ട് എന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യം അന്വേഷിച്ചു, എന്താണ് പ്രശ്നം എന്തായതെന്ന് ചോദിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ തൻ്റെ ആ ഒരു ആലോചനയെ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു പ്രസ്താവന പറയുന്നുണ്ട്. ഹഫ്സയെ ഉസ്മാനേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ വിവാഹം ചെയ്യും, ഉസ്മാൻ ഹഫ്സയേക്കാൾ ശ്രേഷ്ഠയായ ഒരുത്തിയെയും. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ സന്തോഷത്തോടു കൂടി പറയണ്ടായി. അപ്പോൾ ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പുത്രിയാണ് കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മകളെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയാണ് കല്യാണം കഴിക്കുക എന്നുള്ളത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഹഫ്സയെ വിവാഹം അന്വേഷിച്ചതോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മൗനം പാലിച്ചതിൽ നിങ്ങൾക്കുണ്ടായ മനപ്രയാസം എനിക്കറിയാം, പക്ഷേ എന്നോട് ക്ഷമിക്കുക. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സയെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചൊക്കെ അവരുടെയൊക്കെ മനസ്സിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റെസ്പെക്റ്റ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്ട് അവരൊന്നും പറഞ്ഞില്ല, പക്ഷെ അവർക്ക് ആ ഒരു ആലോചന വന്നപ്പം അവരവിടെ മൗനമായിട്ടൊന്നും ഇവർക്ക് വിഷമമായാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു രഹസ്യം പുറത്തറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സയെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ അവളെ വിവാഹം ചെയ്യുമായിരുന്നു എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള ആ വിഷമമൊക്കെ പറ്റി അങ്ങോട്ട് എന്താണ് ഫുള്ളായിട്ട് എന്താണ് തുറച്ച് നീക്കിയ പോലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹം നടന്നു. അങ്ങനെ ഇവരുടെ കുടുംബത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കും അതുപോലെ തന്നെ സൗദ റളിയല്ലാഹു അൻഹയ്ക്കും ഒപ്പം ഹഫ്സ റളിയല്ലാഹു അൻഹയെ കൂടി അംഗമായി. അപ്പോൾ ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? മദീനയിലാണ് കേട്ടോ. അങ്ങനെ മാതാവെന്ന സ്ഥാനത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കും അൽഹംദുലില്ലാഹ് അർഹയായി അല്ലേ. അങ്ങനെ ഹിജ്റ 3 ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഭയങ്കര ഒരു സ്ട്രോങ് റിലേഷൻ അവിടെ നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഉമ്മു കുൽസും, അതുപോലെ തന്നെ റുഖയ്യ റളിയല്ലാഹു അൻഹയും ഒക്കെ എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാരായി. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയിനെയും വിവാഹം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഭയങ്കര ആ 4 ഖലീഫമാരും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താണ് എന്താ പറയുക ഫാമിലി റിലേഷൻ തന്നെ ഉണ്ടായില്ലേ. അതായത് ഫാദർ എന്താണ് സണ്ണും, അതുപോലെ തന്നെ എന്താ പറയുക സൺ ഇൻ ലോയും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര റിലേഷനിലാണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഹഫ്സ റളിയല്ലാഹുവിനൊക്കെ ഭയങ്കര എന്താണ് ഹഫ്സ റളിയല്ലാഹുവിൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താണ് ടെൻഷനായിരുന്നു ഉമർ റളിയല്ലാഹുവിന്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവൊക്കെ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഭാര്യയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തായിരുന്നു, നീ ആയിഷയെ പോലെ അല്ലാട്ടോ എന്നിങ്ങനെ ഹഫ്സ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അവരുടെ അതേ പദവി നീ ആഗ്രഹിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഓർമ്മപ്പെടുത്തും. അതുപോലെ തന്നെ നിൻ്റെ ഉപ്പാനെ പോലെ അവരുടെ ഉപ്പാനെ പോലെയല്ല നിൻ്റെ ഉപ്പ എന്നും ഉമർ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ് താൻ്റെ ഒരു വിഷയം അല്ലേ. താൻ സംഭവം എല്ലാവരും കേട്ടൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് അവിടെയും എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സായി. ആദ്യം എന്താ പറയുക എന്താ പറയുക സ്ത്രീകളായിട്ടുള്ള ആ ഒരു ചെറിയൊരു അസൂയൊക്കെ നമുക്കറിയാം അല്ലേ. അതുപോലത്തെ ചെറുതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ ഭയങ്കര ടൈറ്റ് ക്ലോസ് ഫ്രണ്ട്സായി. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുന്ന രീതിയിലുള്ള ഫ്രണ്ട്സായി. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം അതൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പം താൻ അദ്ദേഹത്തിന് അവരുടെ മറ്റൊരു ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ അവർ അവർക്ക് എവിടെ നിന്നോ ഒരു പാത്രം താൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബന്ധുക്കൾ ആരോ കൊടുത്ത താൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ പോയിട്ട് സ്വല്പം നേരം വൈകി വരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും അറിയാനിടയായി. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. എന്താണ് അങ്ങനെ ലേറ്റ് ആവാൻ കാരണം, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്ലാനൊക്കെ ഇട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തത് ആരുടെ വീട്ടിലേക്കാണോ അപ്പോൾ അവർ പറയണം, നിങ്ങളടുത്ത് എന്തോ ഒരു സുഖമില്ലാത്ത സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറയണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണെങ്കിലോ ദുർഗന്ധം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീത്ത ഗന്ധങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, തീരെ ഇഷ്ടമില്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ഉള്ളി കഴിക്കരുത് എന്നൊക്കെ പറയാറുള്ളത് എന്തുകൊണ്ടാണ്, ആർക്കും തന്നെ നമ്മളുടെ വായിൽ നിന്ന് ബാഡ് സ്മെല്ല് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ സൈനബിൻ്റെ അടുത്ത് നിന്ന് താൻ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ പറയാ തേനീച്ച അത്ര നല്ലതാവില്ല എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ഇട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എടുത്തിയത് ആരുടെ വീട്ടിലാണ്, ആയിഷ ബീവിയുടെ വീട്ടിലായിരുന്നു. പിന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ആദ്യം ഹഫ്സ റളിയല്ലാഹു അൻഹ എന്തായാലും അവർ തമ്മിൽ ആ ഒരു പ്ലാന് അവിടെ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ വിഷമമായി പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുണ്ടായി, നെക്സ്റ്റ് ഡേയിൽ ഇവർ തേൻ ചോദിച്ചപ്പം എനിക്കത് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ട് സൗദ റളിയല്ലാഹു അൻഹ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേൻ ഹറാമാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂറത്തു തഹ്രീമിലെ ആദ്യ സൂക്തങ്ങൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ടൈറ്റ് ഫ്രണ്ട്സാണ് എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം നീ ഹറാമും ഹലാലും ആക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തഹ്രീമിലൂടെ പറയുന്നുണ്ട്. ഇനി ഇവരുടെ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയത് കാരണം തന്നെ അവർ ഒരുമിച്ച് നോമ്പെടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും അവർ രണ്ടുപേരും ഒരുമിച്ച് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര പട്ടിണിയുടെ സിറ്റുവേഷനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമൊക്കെ. അപ്പോൾ അവർക്ക് നല്ല ഒരു ഫുഡ് ഗിഫ്റ്റായിട്ട് കിട്ടി.
അപ്പോൾ ഇവർ രണ്ടുപേരും ആ നോമ്പ് മുറിച്ചു. പിന്നെ നോമ്പ് മുറിച്ചിട്ട് കഴിച്ചപ്പോൾ പിന്നെ ഭയങ്കര വിഷമമായിപ്പോയി. എന്താണ് പറയുക, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അതിനുള്ളൊരു മസാല അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരാണ് നോമ്പ് മുറിച്ചും ചെയ്തു. ഇനി എന്താ ചെയ്യുക എന്നുള്ള ടെൻഷനിലായിരുന്നു രണ്ടുപേരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നതിന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹഫ്സ റളിയല്ലാഹു അൻഹ ഭയങ്കര ടെൻഷൻ്റെ ആളാണ് കേട്ടോ. അതായത് ഇബാദത്തുകളോ എന്തെങ്കിലും തെറ്റ് വന്നാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും നോമ്പ് നോറ്റിരുന്നായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടി, ഞങ്ങൾ നോമ്പ് മുറിച്ചു, പ്രശ്നമുണ്ടോ എന്നുള്ളതിൽ ചോദിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കത് ആശ്വാസമായി. അപ്പോൾ ഇവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന രണ്ട് ഫ്രണ്ട്സായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയും ആയിഷ റളിയല്ലാഹു അൻഹയും. അങ്ങനെ ഇനി പിന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ബ്രദറുണ്ട്, നമുക്കറിയാം, അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു. ഇവർ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ എന്താണ് ഇവർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നരകം കാണുന്നുണ്ടെങ്കിൽ നരകത്തേക്ക് വീഴാൻ പോകുന്നുണ്ട്. പക്ഷെ നരകത്തിൽ വേറെ ഒരുപാട് ആളുകളെ കണ്ടു, അതായത് ഇവർക്ക് പരിചയമുള്ള ആളുകളെയും കണ്ടു. പക്ഷെ ഇവരെ നരകത്തിൽ നിന്നും എന്താണ് തിരിച്ച് സ്വർഗത്തിലേക്ക് ഇടുന്ന അങ്ങനത്തെ ഒരു സ്വപ്നം അവർ കാണുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ചപ്പോൾ, ഇതെന്താ ഇങ്ങനെ സ്വപ്നം, ഭയങ്കര അസ്വസ്ഥമാക്കുന്ന സ്വപ്നം, കാരണം നരകത്തിലേക്ക് ഇടാൻ പോകുന്നത് കണ്ടും ചെയ്തു, അതിൽ നിന്ന് എടുത്തിടാൻ കണ്ടു, പക്ഷെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ്. അപ്പോൾ പറഞ്ഞു, ലവ് ക്യാന യുസല്ലി ഫില്ലൈൽ, നിങ്ങൾ കുറച്ചും കൂടെ രാത്രി നമസ്കരിച്ച്, നിങ്ങൾ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, പക്ഷെ നിങ്ങൾ രാത്രിയിൽ കൂടുതലായിട്ട് നമസ്കരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഒരു സ്വഭാവം ഹഫ്സ റളിയല്ലാഹു അൻഹ ജീവിതത്തിലുടനീളം കീപ്പ് ചെയ്തു എന്നാണ്. അതായത് എന്താണ് ഇവർ രാത്രിയിൽ നമസ്കരിക്കുന്ന എന്താണ് അത് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും സ്ഥാനം അവർക്ക് ഈ ഒരു രാത്രി നമസ്കാരം കൊണ്ട് എന്താണ് വാൻലോകത്ത് ലഭിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവരെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവരുമായിട്ടുള്ളത് എന്താണ്, ഇവരുടെ വീട് എങ്ങനെയായിരുന്നു കൂടെ പറയാം. അതായത് ഇവരുടെ മാട്രസ് പറയില്ലേ എന്ന് പറഞ്ഞാൽ യൂഷ്വലി രണ്ടായിട്ട് മടക്കാറാണ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് അവർ കിടക്കാൻ നേരത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹഫ്സ റളിയല്ലാഹു അൻഹയും ഉറങ്ങാറാണ് പതിവ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹഫ്സ റളിയല്ലാഹു അൻഹ 4ആയിട്ട് മടക്കി. ഈ 4ആയിട്ട് മടക്കിയപ്പോൾ കുറച്ചും കൂടെ സുഖമായല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരത്തിന് എണീക്കാൻ കുറച്ചൊന്ന് വൈകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പഴയ പോലെ തന്നെ ആക്കി വെച്ച്, എനിക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഭർത്താവിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭാര്യ കൂടെയായി ഹഫ്സ റളിയല്ലാഹു അൻഹ. സുബ്ഹാനല്ലാഹ്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് ഓരോ പാഠങ്ങളാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് നിന്നാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹദീസുകൾ നറേറ്റ് ആക്കിയുള്ളത്. 60ഓളം ഹദീസ് നറേറ്റ് ആക്കിയിട്ടുണ്ട്. ഈ 60 ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സുഹൃദ്, അതായത് എന്താ പറയുക, ഈ ലോകത്തിനുള്ള വിരക്തി, അതൊക്കെ കാണിക്കുന്ന ഹദീസുകളായിരുന്നു ഹഫ്സ റളിയല്ലാഹു അൻഹയുടേത്. അപ്പോൾ അവർ പറയണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഫജ്റിൻ്റെ സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിന്ന് നമസ്കരിച്ചിട്ടാണ് പോകാറുള്ളത് എന്ന് പറയണ്ടായി. അതുപോലെ തന്നെ രാത്രി നമസ്കാരം വാസ് സോ ബ്യൂട്ടിഫുൾ, അത് പറയാൻ പറ്റില്ല, അതിൻ്റെ മാധുര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര സ്ലോലി ആയിരുന്നു റിസൈറ്റ് ആക്കിയിരുന്നത്. അതായത് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ എന്താണ് എല്ലാ വേർഡ്സും ഭയങ്കര ക്ലിയർ ആയിട്ട് പോസ് ചെയ്തിട്ട്, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ച്, കരയേണ്ടടുത്ത് കരഞ്ഞ്, അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമസ്കാരം. അത് ആസ്വാദനം പുറത്തായി എന്നൊക്കെ പറഞ്ഞ പോലെ അന്യുള്ള നമസ്കാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ നമസ്കാരം നമ്മൾക്ക് കൺകുളിർമയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമസ്കാരത്തിലേക്ക് തിരിഞ്ഞ് റബ്ബിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള നമസ്കാരമാക്കാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം, യു കാൻ മാച്ച് ദ റെസിറ്റേഷൻ ഓഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവസാന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോഴും ദീർഘപാരായണം, അതിന് മുമ്പത്തേക്കാളും കൂടുതൽ പാരായണം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഇവർ ചില ആയത്തിൻ്റെയൊക്കെ തഫ്സീറുകളൊക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഹദീസുകളിൽ നിവേദനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവാണ്. പല ആളുകളും കേട്ടൊരു വിഷയമായിരിക്കും തൊലാഖിനെ കുറിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ തൊലാഖ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സംഭവത്തിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ആ ഒരു ത്യാൻ സംഭവം ആണ് എന്ന് പറയുന്നുണ്ട്, അതല്ലാത്ത സംഭവം ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അഅലം. എന്തായാലും ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരു വർഷം എന്താണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇൻ തതൂബ ഇലല്ലാഹ് എന്ന് പറഞ്ഞിട്ടൊരു ഖുർആൻ ആയത്തുണ്ട്. നിങ്ങൾ രണ്ടുപേരും അള്ളാഹുലേക്ക് മടങ്ങിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ട്. അപ്പോൾ ഇത് ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ അദ്ദേഹം എന്താണ് ഒരുപാട് കാത്തിരുന്ന് അങ്ങനെ ഒരു ഹജ്ജ് സമയമായിരുന്നു. അങ്ങനെ മിനയിലായിരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറയുക ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കൂടെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയും പോയി. അദ്ദേഹം ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഉളു എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം മനസ്സിലായിരിച്ചു, ഇത് തന്നെയാണ് റൈറ്റ് സമയം, ഇപ്പം ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ടായി, ആരെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനൊരു ആയത്തിൽ ഇൻ തതൂബ ഇലല്ലാഹ് എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ അത് ഹഫ്സയും ആയിഷ റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും കുറിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതൊരു ഭയങ്കര വലിയ എന്താണ് ലോങ് നറേഷൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്താ പറയുക, എനിക്കൊരു നൈബറുണ്ട്, അതായത് എനിക്ക് ഒരടുത്തൊരു സുഹൃത്തുണ്ട്. ഞങ്ങൾ ഒരു അൻസാരി സുഹൃത്തുണ്ട്. ഞങ്ങൾ മദീനയിൽ അവാലി എന്ന് പറഞ്ഞാൽ, അതായത് അവാലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു നെയ്ബറിനോട്, എൻ്റെ ആ ഒരു അയൽവാസിയോട് പറയും, ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം, എന്തൊക്കെയോ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് പറയാനും, അതുപോലെ തന്നെ ഞാനും എന്താണ് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് ഇവിടെ തന്നെ ഇരിക്കും. തലബുൽ ഇൽമിൻ്റെ ഒരു ക്വാളിറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാതും ഒപ്പിയെടുക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി അവർ എല്ലാ കാര്യങ്ങളും എന്താണ് പറയുക നിശ്ചയിച്ചിട്ട് പോകലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ സമയത്ത് ഒരു ഗസാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ഭയങ്കരമായിട്ട് എന്താണ് പടപ്പുറപ്പ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു റൂമർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അപ്പോൾ എന്താണ് ഉമർ റളിയല്ലാഹു പറയാണ്, ഞങ്ങൾ ഖുറൈശിലായിരുന്ന സമയത്ത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ അണ്ടറിലായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങളിവിടെ മദീനയിലെത്തിയപ്പം അൻസാരി സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ഭരിക്കുന്നതായിട്ട് കാണാനിടയായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താണ് പറയുക, ഒരിക്കലും ഉമർ റളിയല്ലാഹു എന്താണ് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭാര്യ എൻ്റെ അടുത്ത് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരത്തിൽ വന്നപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഉമർ റളിയല്ലാഹു ഭാര്യയോട് സംസാരിച്ചപ്പം ഭാര്യ എതിർത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കുന്നു, നിങ്ങൾ എന്താ ഇങ്ങനെ അത്ഭുതപ്പെടുന്നതെന്ന് ചോദിച്ചു. കാരണം ഉമർ റളിയല്ലാഹുവിന് അത് ഭയങ്കര അത്ഭുതമായി തോന്നി. അവർ മക്കയിലായപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു. എന്നിട്ട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവിടത്തോട് എതിർത്ത് സംസാരിക്കുകയും പകൽ വല്ല ആവശ്യവും നിർവഹിക്കാൻ പറഞ്ഞാൽ രാത്രി ആവട്ടെ എന്നും പറയുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ഡബിൾ അതിശയം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർത്ത് പറയുക എന്നുള്ളത്, അങ്ങനെ ആരെങ്കിലും വർത്തിക്കുന്നവരുണ്ടെങ്കിൽ നശിച്ചത് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപത്തെ തുടർന്ന് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാകുന്നതിനെ തൊട്ട് നിങ്ങൾ ആരെങ്കിലും നിർഭയരാണോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പം എന്താണ് പറയുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പിന്നീട് വന്നിട്ട് എന്താണ് ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിലേക്ക് പറയാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് എന്നൊക്കെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയണം, അങ്ങനെ ഈ ഒരു കൂട്ടുകാരന് അദ്ദേഹം എന്താ പറയുക, ഒരു ദിവസം രാത്രി വന്നിട്ട് ഡോർ വന്നിട്ട് മുട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് എൻ്റെ കൂട്ടുകാരൻ വന്ന് മുട്ടിയപ്പോൾ വിചാരിച്ചു
എന്തോ ഒരു വലിയ സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു മഹാസംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഈ ഗസാൻ വന്നു എന്നുള്ളൊരു പേടിയിലാണല്ലോ. അപ്പോൾ ഗസാൻ വന്നോ ചോദിച്ചു. അല്ല, അതുമല്ല, അതിലും വലുതായിട്ടുള്ള ഭയങ്കരമായ സംഭവമാണ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരെ എല്ലാം വിവാഹമോചനം നടത്തിയിരിക്കുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഒരു സുഹൃത്തൊന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇദ്ദേഹം പറയണം ഹഫ്സയുടെ പരാജയം, ഹഫ്സയുടെ നഷ്ടം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സ്വന്തമായിട്ട് പറയണം. എന്നിട്ട് സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ ഹഫ്സയുടെ അടുത്തേക്ക് ചെന്നപ്പം അവിടെ നോക്കുമ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വിവാഹമോചനം ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എനിക്കറിയില്ല, തങ്ങളതാ മുറിയിൽ ഏകാന്തനായിട്ട് ഇരിക്കുകയാണെന്ന് ഇങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയണം. അങ്ങനെ ഉടനെ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം സമ്മതിച്ചില്ല, പിന്നീടും ചോദിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ മടങ്ങി വന്നിട്ട് എന്താണ് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം അനുവാദം കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അദ്ദേഹം ചോദിച്ചു, നബിയെ അങ്ങ് ഭാര്യമാരെ വിവാഹമോചനം നടത്തിയോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയിട്ട് പറഞ്ഞു ഇല്ല, അത്രമാത്രം മറുപടി പറഞ്ഞോളൂ കേട്ടോ. അത് കേട്ടതോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷമായി അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങളൊക്കെ പറയണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ കാലത്ത് ഞങ്ങളുടെ സ്ഥിതി നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഖുറൈശി ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങളായിരുന്നു ഭരിക്കാറുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ കഥകളൊക്കെ ആകെ മാറി മറിഞ്ഞു. പുരുഷന്മാരുടെ ഭാര്യമാർ ഭരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കണ്ട് നമ്മളുടെ ഭാര്യമാരും പഠിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഹഫ്സയുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരി എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടപ്പെട്ടോളും സുമുഖിയാണ്, അതുകൊണ്ട് നീ വഞ്ചിതയാകേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും കൂടെ കേട്ടപ്പോൾ നമുക്ക് പുഞ്ചിരിച്ചു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം കേട്ടോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് എന്താ പറയുക ഈ ഇതിൻ്റെ അടയാളം, മെത്തയുടെ അടയാളം അത് കാണാൻ ഭയങ്കര വിഷമം തോന്നി ഉമർ റളിയല്ലാഹു അൻഹുവിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയെ അങ്ങ് സമുദായത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹുവിനെ ആരാധിക്കാത്ത പേർഷ്യക്കാർക്കും റോമക്കാർക്കും അള്ളാഹു വലിയ ഐശ്വര്യം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നുവല്ലോ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു ഖത്താബിൻ്റെ മകനെ നിങ്ങൾ വല്ല സംശയത്തിലുമാണോ? ആ ജനതയ്ക്കുള്ള എല്ലാ നന്മകളും അള്ളാഹു ഈ ലോകത്ത് തന്നെ മുൻകൂറായി നൽകിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം അത് എന്താണ് വിഷമമായി, വേണ്ടില്ലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിൽ പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര മനോവിഷമം ആ ഒരു വിഷയത്തിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു മാസത്തേക്ക് ഭാര്യമാരുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ളൊരു ശബ്ദം വരെ ഇതിൽ പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മറ്റൊരിതിൽ പറയുന്നുണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹമോചനം ചെയ്തു എന്ന് പറഞ്ഞ ഒരു സമയത്ത് എന്താണ് പറയുക ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര വിഷമത്തിൽ ഹഫ്സയുടെയും ഉമറിൻ്റെയും നാശം എന്നൊക്കെ പറഞ്ഞു. ആ ഒരു സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഹഫ്സയെ തലാഖ് ചെയ്യരുത്, അവർ ഏറെ നിസ്കരിക്കുകയും അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുന്നവരുമാണ് എന്ന് പറഞ്ഞു. അതായത് സവ്വാമ അൽ ഖവ്വാമ എന്ന് പറഞ്ഞു. സവ്വാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും നോമ്പെടുക്കുന്നവരും, അൽ ഖവ്വാമ എന്ന് പറഞ്ഞാൽ രാത്രി ഭയങ്കരമായിട്ട് നിസ്കരിക്കുന്ന, അതായത് ഖിയാമുൽ ലൈലൊക്കെ ഭയങ്കരമായിട്ട് നിസ്കരിക്കുന്ന വ്യക്തി കൂടെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങയുടെ സ്വർഗീയ പത്നിയും കൂടെയാണ് ഇവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഭാര്യയായി തന്നെ നിലനിർത്തുകയാണ് ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് ആ ഒരു വിഷയം. പക്ഷേ സുബ്ഹാനല്ലാഹ് എന്നാലോചിച്ചോക്കാം, ആകാശത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇവർക്ക് ശുപാർശ ചെയ്യാണ് നബിയെ ഇവർ വാൻലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ആളാണ്, ഖവ്വാമനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവരെ പത്നിയായിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്ന്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സപ്പോർട്ട് ചെയ്തു. അതുപോലെ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മലക്ക് അല്ലെ, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ
എല്ലാ അള്ളാഹുവിൻ്റെ മെസ്സേജസും പാസ് ചെയ്തിട്ടുള്ള ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ശുപാർശയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ആ സ്വപ്നം സത്യം പറഞ്ഞാൽ സാക്ഷാത്കരിക്കുന്നത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവസാനം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു, ഖുർആൻ്റെ സൂക്ഷിപ്പ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യ ഖലീഫ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്നു, ഒരുപാട് യുദ്ധങ്ങളൊക്കെ വന്നു. അങ്ങനെയൊക്കെ വന്ന അവസാനം ഖുർആന് അവർ ഒരു പുസ്തകമായിട്ട് മുസ്ഹഫായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു. അങ്ങനെ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലശേഷം ഉമർ റളിയല്ലാഹുവിൻ്റെ കൈവശമാണ് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹുവിൻ്റെ വിയോഗത്തിൻ്റെ സമയത്ത് മുസ്ഹഫ് സൂക്ഷിക്കാൻ സൗഭാഗ്യം ലഭിച്ചത് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഹഫ്സ റളിയല്ലാഹു അൻഹ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന് കത്തെഴുതി. അങ്ങനെ ഈ ഒരു മുസ്ഹഫ് കൊടുത്തയക്കണമെന്നും അങ്ങനെ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ അതിന് കോപ്പികളൊക്കെ ഈ ഒരു മുസ്ഹഫിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് ആലോചിച്ചൊക്കെ ഒരാൾക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഖുർആൻ സൂക്ഷിപ്പ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അത് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കാണ് കിട്ടിയത്. കാരണം അവരത്രയ്ക്കും ഡിവോട്ടഡ് ആണ്, അത്രയ്ക്കും ട്രസ്റ്റ് വർത്തിയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കയ്യിൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂക്ഷിക്കാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ക്വാളിറ്റി ആയിരുന്നു ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ഈ അനാഥ കുട്ടികളുണ്ടായിരുന്നു. ഇവരും അതേ സ്വഭാവം തുടർന്നു. ഇവരും ഓർഫൻസിനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ മരിച്ച ശേഷം ഇവരുടെ വീട്ടിൽ താമസിച്ചിരുന്നത് ആ ഒരു അനാഥ കുട്ടിയായിരുന്നു. പിന്നീട് അത് അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ മരണശേഷം അവിടെ താമസിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു ക്വാളിറ്റിയാണത്, അവരൊരു യത്തീമില്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇതൊക്കെയാണ് ഹഫ്സ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അവർ എപ്പോഴും നോമ്പ് നോൽക്കുന്ന വ്യക്തിയായത് കാരണം അവരുടെ അവസാന സമയത്ത് എപ്പോഴും നോമ്പെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ നോമ്പെടുത്തിട്ടായിരുന്നു അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. ഹിജ്റ 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഹഫ്സ റളിയല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. നമ്മൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസിലെ ഇബാദത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുന്ന കാര്യത്തിലും ഒക്കെ, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയായിട്ടുള്ള ബന്ധവും ഒരുമിച്ച് ഇബാദത്ത് ചെയ്യുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഖുർആൻ്റെ സൂക്ഷിപ്പുകാരിയാകാൻ മാത്രമുള്ള ശ്രേഷ്ഠത, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ശുപാർശയ്ക്ക് ലഭിക്കാനുള്ള ശ്രേഷ്ഠത ഒക്കെ ലഭിച്ചൊരു വ്യക്തിയാണ് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക. നിങ്ങൾക്ക് വല്ല നന്മയും ഈ ഒരു വോയിസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമാണ്. അൽഹംദുലില്ലാഹി ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാഹു ഖൈറ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.